ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു കസീർ കൊണ്ടുവന്ന തഫ്സീറിൽ കാണാം, അൻ തുസീബഹും ഫിത്ന ഐ ഫീ ഖുലൂബിഹിം. ദീനിനോട് എതിരാകുന്ന ആൾക്കാർ സ്വഭാവത്തിൽ എങ്ങനെ വരും? ശരിക്കും അള്ളാന്റെ ദീനിന്റെ ഇൽമിനെ ബഹുമാനിക്കാത്ത ആൾക്കാർ സ്വഭാവം അങ്ങനല്ലേ? നിങ്ങൾ നോക്കൂ, ഉസ്താദുമാരൊക്കെ പറയുന്ന ഒരു കഥ കാണാം. 100 മുത്തഅല്ലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും ചെലവ് കൊടുത്ത മലപ്പുറത്തെ പഴയ കാലത്തൊരു ഹാജി കാഫിറായിട്ടാണ് ചത്തുപോയത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ചോദിക്കൂല, എങ്ങനെ ഈ 100 മുത്തഅല്ലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും ചെലവ് കൊടുത്ത ഹാജിയർ കാഫിറായി ചത്തുപോയി? ആ ഉസ്താദിനെയും മുത്തഅല്ലിമീങ്ങളെയും അവരെ ഇൽമിനെയും ചോദ്യം ചെയ്തു. അയാൾ പരിഹസിച്ച് അപമാനിച്ച് ഫിത്ന ഉണ്ടാക്കിയിട്ട് നാട്ടിൽ പുറത്താക്കി. മനസ്സിന്റെ വേദനയോടുകൂടെയാണ് ആ വലിയ പണ്ഡിതൻ നാട് വിട്ട് ഇറങ്ങിപ്പോയത് മറ്റൊരു സ്ഥലത്തേക്ക്. 100 മുത്തഅല്ലിമീങ്ങൾക്ക് ദർസുന്ന ഒരു മഹാപണ്ഡിതൻ, സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ഒരു ആലിമ്. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് കാണുന്ന ഏതെങ്കിലും ഉസ്താദ്മാരെ പോലെയല്ല, അത്രയും വറയിൽ ജീവിക്കുന്ന ആള്. ഇത്രയും മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു എന്നുള്ളവർക്ക് രക്ഷപ്പെട്ടോ? കാഫിറായി ചത്തുപോയി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അത് ദുനിയാവിൽ കിട്ടുന്ന ഒരു പരീക്ഷണാണ്. നിഫാഖുൻ മിൻ കുഫ്രിൻ ഔ നിഫാഖിൻ ഔ ബിദ്അ. അള്ളാഹുവിന്റെ ദീനിനോട് കളിക്കുന്ന ആളുകൾ അവരൊന്നുകിൽ കാഫിറായി ചത്തുപോകും, അല്ലെങ്കിൽ മുനാഫിക്കായി ചത്തുപോകും, അല്ലെങ്കിൽ മുബ്തദിയായി തീരുന്നു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.